ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ ടൂറിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ സമയത്ത് നമ്മുടെ സൂര്യനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. എന്നാലും ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയം കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു 6 മണി ആയപ്പോൾ തന്നെ നമുക്ക് ചൂടുവെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയമാണ് നമ്മളെല്ലാവരും പല്ല് തേക്കാനും കുളിക്കാനും ഒക്കെ എന്ന് ഇറങ്ങി കേട്ടോ. അതിനുശേഷം നമ്മളൊരു 8 മണി ആയപ്പോൾ തന്നെ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ താമസിച്ചത് എന്താണ് മഹാരാജാസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലായിരുന്നു കേട്ടോ. അപ്പം അവിടെ മലയാളിയുടെ ഹോട്ടലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ മലയാളി നമുക്ക് അവിടേക്ക് എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നും ഏത് വഴിയാണ് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം നമുക്ക് മനസ്സിലാക്കി പറഞ്ഞു തന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്നതിലോ ഏതൊക്കെ സ്ഥലങ്ങൾ കാണുന്നതിലോ അല്ലെങ്കിൽ വഴി കണ്ടുപിടിക്കുന്നതിലോ ഒന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്ക് തോന്നിയിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയത് കോക്കേഴ്സ് വാക്ക് എന്ന് പറയുന്ന പ്ലേസിലോട്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന സ്ഥലമാണ് കോക്കേഴ്സ് വാക്ക്. അപ്പോൾ അവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ മക്കൾക്ക് എല്ലാവർക്കും സ്വെറ്ററും വാങ്ങിച്ചു. നമ്മൾ രണ്ടുപേരും ഒരു തൊപ്പിയാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാം വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ സ്ഥലത്തിലെ പ്രധാനപ്പെട്ട ഒരു നല്ല വ്യൂ പോയിന്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ വീഡിയോയിൽ, നല്ല പ്ലേസ് ആണ് കേട്ടോ. ഒരു കൊച്ചരുവിയൊക്കെ നമുക്ക് ദൂരെ ഒഴുകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നല്ല സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ പൂ കാണിച്ചത് കണ്ടോ, ഇത് നമ്മുടെ ആ ഹിൽ സ്റ്റേഷൻ കയറിയ സമയം തൊട്ട് അവിടെ മൊത്തം കാണുന്ന ഒരു പൂവാണ്. നല്ല ചന്തമുണ്ട് കേട്ടോ. അപ്പം എന്ത് പൂവാണ്, എന്താണ് ഇതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് പരിചയം ഉണ്ടെങ്കിൽ എന്താണ് ആ പൂവിൻ്റെ പേരെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് നല്ല സ്ഥലമായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ അടുത്ത പ്ലേസിലോട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഒരു ചെറിയ തട്ടുകട ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് അതിനുശേഷം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്ക് എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ചെറിയ കാർഡ് നമുക്ക് തന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഹോട്ടലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ഇൻ കൊടൈക്കനാൽ എന്ന് പറഞ്ഞ് അവിടുത്തെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്നൊക്കെ ഉള്ള ഒരു കാർഡ് തന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്നതിൽ നല്ല ഒരു എന്ന് വെച്ചാൽ ഓരോ സ്ഥലങ്ങൾ നമുക്ക് കാണുമ്പോൾ ഈ സ്ഥലം ടൂറിസ്റ്റ് പ്ലേസ് ആണ്, അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങണം, ഇവിടെ കാണണം എന്നൊക്കെ ഉള്ളൊരു നിർദ്ദേശം നമുക്ക് കിട്ടിയാൽ നല്ലതല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചെറിയ തട്ടുകട ഉണ്ട്. അപ്പം അവിടെ കയറി നമ്മളിങ്ങനെ കാപ്പി കുടിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ, നല്ല തണുപ്പത്ത് ചൂടോടെ തന്നെ നമുക്ക് അവർ ആഹാരം ചുട്ടുതരികയൊക്കെ ചെയ്യും കേട്ടോ. നമുക്ക് ദോശ വേണമെങ്കിൽ ദോശ ചുട്ടുതരും, ഇഡ്ഡലി വേണമെങ്കിൽ ഇഡ്ഡലിയും ചുട്ടുതരും. ഈ രണ്ട് സാധനമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇഡ്ഡലിയും വാങ്ങിച്ച് ദോശയും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് ചുട്ട് വരുമ്പം എന്താണ് നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ അവിടുത്തെ ആഹാരമൊക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ചു. അതിനുശേഷം നമ്മൾ അടുത്ത പ്ലേസിലോട്ട് നമ്മളിങ്ങനെ പോവുമായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് പ്ലേസ് അവിടെ കാണാനുണ്ട് കേട്ടോ. നല്ല സ്ഥലമാണ്. അപ്പോൾ വെക്കേഷൻ സമയത്ത് നമുക്ക് മക്കളുമായിട്ടൊക്കെ ഒന്ന് കറങ്ങാൻ പോകാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത് നേരെ പോയത് സിൽവർ കസേഡ എന്ന് പറയുന്ന ഒരു പ്ലേസിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടവും ഒരു കൊച്ചരുവി പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമുക്ക് വെള്ളത്തിലൂടെ നടന്ന് നമുക്ക് ഇപ്പുറത്ത് വരാം. ഇപ്പുറത്ത് വരുമ്പോൾ ഒരു നല്ലൊരു എന്താണ് ഒരു സെൽഫി പോയിന്റ് എന്ന് പറയില്ലേ, അതേപോലെ എന്താണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൊച്ചു പടികളൊക്കെ കയറി ഇങ്ങനെ മുകളിലോട്ട് വരുമ്പം ഒരുപാട് മരങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് ഡോറൊക്കെ തനിയെ അങ്ങ് തുറന്നു പോവുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ പറന്നു പോകുന്നവർ തോന്നും, അത്രയ്ക്ക് നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കാറ്റുള്ള ഒരു പ്ലേസ് ആണ്. മക്കൾക്കൊക്കെ ഓടി നടന്ന് കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് എന്താണ് ഏതൊക്കെ സിനിമകളുടെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ വെച്ച് നടന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും കേട്ടോ കാണുമ്പം. തോന്നുന്നല്ല, ഉണ്ടല്ലേ അങ്ങനെ ഏതൊക്കെ സിനിമകളുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലങ്ങളാണല്ലേ. നല്ല പ്ലേസ് ആണ് കേട്ടോ, കാണാൻ തന്നെ നല്ല ചന്തമുണ്ട്. നമ്മളിങ്ങനെ ഒരുപാട് സമയമൊക്കെ അവിടെ ചെന്ന് നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നും കേട്ടോ, അത്രയ്ക്ക്. അപ്പോൾ നല്ലൊരു അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് അടുത്ത പ്ലേസിലോട്ട് പോയി കേട്ടോ. അപ്പോൾ നല്ല പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം 8-9 ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് കേട്ടോ നമ്മുടെ കൊടൈക്കനാൽ നമുക്ക് ചുറ്റി കാണാനായിട്ട് തന്നെ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെല്ലാം കാണാൻ കൊതിച്ചിരിക്കുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ നമ്മുടെ ഗുണ കേവ്. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ 2 പ്ലേസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഈ നമ്മുടെ കൊടൈക്കനാലിലെ എല്ലാ പ്ലേസും കൂടെ ഞാൻ ഇടുകയാണെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും കേട്ടോ. അപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പം ഗുണ കേവിലെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ കൊടൈക്കനാലിലെ അടുത്ത ഓരോ പ്ലേസിലെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവരും ഒന്ന് കാണുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. പിന്നെ മുൻപോട്ടും ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.